നമസ്കാരം. നമ്മൾ ചെറിയ ഷോർട്സ് ആയിട്ട് ചെന്നൈയിൽ പോയതിന്റെ ക്ലിപ്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇഡ്ലിപ്പൊതി നമ്മൾ ട്രെയിനിൽ പോണ സമയത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടേക്കാ പോണേന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറ്റുന്ന പോലെ വീഡിയോസ് ഒക്കെ എടുത്തിട്ട് പറ്റുമെങ്കിൽ അത് ചെയ്യാൻ ശ്രമിക്കാന്നുള്ളത്. അപ്പോൾ ഞാൻ എന്ന് പറഞ്ഞൊരു ലൈഫ് സ്റ്റൈൽ വ്ളോഗർ അല്ല, അറിയാലോ. കുക്കിംഗ് ചാനലിന് വേണ്ടിയിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുന്നു, അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നു. അത് വിട്ടിട്ട് ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗിംഗ് എന്നുള്ളത് ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആദ്യമേ പറയാൻ കേട്ടോ, ഞാനൊരു ഭയങ്കരമായിട്ടുള്ളൊരു വ്ളോഗറൊന്നുമില്ല. എനിക്ക് അങ്ങനെ എക്സ്പ്ലനേഷൻസ് ഒന്നും തരാൻ അറിയൂല. ഏതൊക്കെ രീതിയിലാണ് എന്തൊക്കെയാണ് എടുക്കേണ്ടത് ക്യാമറയിൽ എന്നുള്ളതിനെ പറ്റിയും വലിയ ഐഡിയ ഒന്നുമില്ല. അപ്പോൾ ഇതുകൊണ്ട് ചെന്നൈയിൽ എന്തൊക്കെ കാണാനുണ്ട് അല്ലെങ്കിൽ എക്സാക്ട് ലൊക്കേഷനൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു റെഫറൻസ് വീഡിയോ ആയിട്ട് ആരും ഇതിനെ കാണരുത് കേട്ടോ. നമ്മൾ ചെന്നൈയിൽ എത്തിയ ഉടനെ ആദ്യത്തെ തന്നെ എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് മുരുകൻ ഇഡ്ഡലി, അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള മുരുകൻ ഇഡ്ഡലി ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്, അത് ട്രൈ ചെയ്യണം എന്നുള്ളതായിരുന്നു. ഗീ പൊടി ഇഡ്ഡലിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഒരു തേങ്ങാ ചട്നി, വൈറ്റ് അല്ലാത്ത ബാക്കിയുള്ള ചട്നീസ് ഒക്കെ തേങ്ങ ഇല്ലാത്ത ചട്നികളായിരുന്നു. ജിഞ്ചർ ചട്നി, ടൊമാറ്റോ ചട്നി, അങ്ങനെ അൾട്രാ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ആയിരുന്നു കേട്ടോ. നല്ല സ്വാദും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മുരുകൻ ഇഡ്ഡലിയുടെ താഴെ തന്നെ ഔട്ട്ലെറ്റിലായിട്ട് മധുരൈ സ്പെഷ്യൽ ജിഗർദണ്ഡ ഉണ്ടെന്നുള്ളത് കണ്ടു. അപ്പോൾ അതിനു വേണ്ടി കുറച്ച് സമയം വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഒരുപാട് എന്താ പറയുക, തരത്തിലുള്ള ജിഗർദണ്ഡാസ് അവൈലബിൾ ആയിരുന്നു. പിന്നെ പ്രത്യേകിച്ച് കുട്ടികളെ കൊണ്ട് യാത്ര ചെയ്യണ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഓതന്റിക് ടേസ്റ്റ് കിട്ടണമെങ്കിൽ സ്ട്രീറ്റ് ഫുഡ് തന്നെ ട്രൈ ചെയ്യണം. പക്ഷെ നമുക്ക് ഫുഡ് പോയ്സൺ എന്നുള്ളൊരു കൺസേൺ ഉള്ളത് കൊണ്ട് കുറച്ച് ഹൈജീൻ ആയിട്ട് വേണം എല്ലാം നോക്കാൻ എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് എത്രത്തോളം പെർഫെക്റ്റ് ആയിരുന്നു എന്നുള്ളത് എനിക്ക് മുമ്പൊന്നും അത്രയ്ക്ക് കഴിക്കാത്തത് കൊണ്ട് അറിയില്ല. പക്ഷെ നമ്മൾ കഴിച്ചത് എന്തായാലും നല്ല സ്വാദുള്ളതായിരുന്നു. വല്ലാത്ത മട്ടിക്കണ മധുരമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇളം മധുരമുള്ള നല്ല പാലട പായസത്തിന്റെ ഒക്കെ സ്വാദുള്ള നല്ല എന്താ പറയുക ഒരു ഉഗ്രൻ ഒരു ജിഗർദണ്ഡ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഓക്കെ ആയി. അതുപോലെ നല്ല ചൂടത്ത് നല്ല തണുത്ത ഈ ഒരു ജിഗർദണ്ഡയും കൂടി കഴിച്ചപ്പോൾ രാവിലെ ഒന്ന് എനർജി വന്നു കേട്ടോ. പിന്നെ നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും ഇരുന്നിട്ടില്ല. ആ ഡേ വൺ നമ്മൾ എത്തിയ ഉടനെ തന്നെ ഒരു ജെയിൻ ടെമ്പിൾ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ECRൽ നെമ്മേലിയിലുള്ള ജെയിൻ ടെമ്പിൾ ആണ്. അപ്പോൾ ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഒക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. വൈറ്റ് മാർബിളിൽ ഉള്ളതാണ്. അതുപോലെ അതിന്റെ ഇന്റീരിയർ ഉണ്ടല്ലോ, ഒരു പ്രത്യേക കൺസ്ട്രക്ഷൻസ് ആണ്. നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. പിന്നെ അവിടുത്തെ ചില സിസ്റ്റംസ് ഉണ്ട്, നമ്മൾ തലയിൽ ഷോൾ ഇട്ടിട്ട് വേണം കേട്ടോ അതിൻ്റെ ഉള്ളിൽ എന്താ പറയുക കയറാനും ആ ടെമ്പിൾ വിസിറ്റ് ചെയ്യാനും ഒക്കെ. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, അതിൻ്റെ ഉള്ളിൽ ക്യാമറ അലൗഡ് അല്ലായിരുന്നു. നല്ല വൈറ്റ് മാർബിളിലാണ്. ശരിക്കും ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ടായിരുന്നു, എക്സ്പ്ലോർ ചെയ്യാനുണ്ടായിരുന്നു. കുട്ടികൾക്കുള്ള ചെറിയൊരു പാർക്കൊക്കെ പുറത്തുണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ നമുക്കതൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അവിടുന്ന് നേരെ മഹാബലിപുരത്തേക്കാണ് പിന്നെ പോയത്. തമിഴ്നാട്ടിലെ ചെങ്കൽപ്പെട്ട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന യുനെസ്കോ പൈതൃക പട്ടികയിലൊക്കെ ഇടം പിടിച്ചിട്ടുള്ള ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് മഹാബലിപുരം. നമ്മൾ എന്തായാലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണെന്നേ ഞാൻ പറയുള്ളൂ. ഞങ്ങൾ ആക്ച്വലി 3 നൈറ്റും 4 ഡേയും ആണ് ചെന്നൈയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ സ്റ്റേ ചെയ്തത് എഗ്മോറിലാണ് 3 ദിവസം. ഇവിടെ വന്ന് കണ്ടതിന് ശേഷമാണ് എനിക്ക് തോന്നിയത്, അയ്യോ ഇവിടെ തന്നെ ഒരു 2 ദിവസം നിന്ന് അത്രമാത്രം വളരെ പീസ്ഫുൾ, കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് നമ്മുടെ മനസ്സിന് സത്യം പറഞ്ഞാൽ ഒരു സമാധാനവും നല്ലൊരു സന്തോഷവും ഒക്കെ തോന്നും കേട്ടോ അവിടെ ഇരിക്കുന്ന സമയത്ത്. പ്രത്യേകിച്ച് ബംഗാൾ കടല്, ഇപ്പുറത്ത് കടലാണ്. കടല് നോക്കി നിൽക്കാൻ തന്നെ എന്തൊരു സുഖമാണ് മനസ്സിനൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഈ മഹാബലിപുരം മാത്രം ഒരു വീഡിയോയിൽ ചെയ്യാനുള്ള അത്ര ഉണ്ട്. പക്ഷെ നമ്മളിങ്ങനെ വലിച്ച് നീട്ടിയിട്ട് ഓരോ പാർട്ട് 1 ഒക്കെ ഇടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ കണ്ട ഈ ഒരു കാര്യങ്ങളെല്ലാം കൂടി ഒറ്റ വീഡിയോയിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതുകൊണ്ട് വളരെ ഷോർട്ടായിട്ടാണ് കേട്ടോ നമുക്ക് എല്ലാം പറയാൻ പറ്റുന്നുള്ളൂ. കാരണം അത്രത്തോളം പറയാനുണ്ട്. കരിങ്കൽ ശില്പങ്ങളും പുണ്യപുരാതനമായിട്ടുള്ള ക്ഷേത്രങ്ങളും മനോഹരമായിട്ടുള്ള കടൽ തീരവും അതുപോലെ കല്ലിൽ കൊത്തിയെടുത്ത ശില്പചാതുര്യത്തിന്റെ ഒരു അതിശയം, നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു പട്ടണം എന്ന് തന്നെ വേണം കേട്ടോ പറയാൻ വേണ്ടിയിട്ട്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വാസ്തുവിദ്യയുടെ ആ ഒരു ശാലീനത തേടിയിട്ട് ഒരുപാട് സഞ്ചാരികളാണ് ഇവിടേക്ക് എത്തിച്ചേരുന്നത്. എന്നാൽ നമുക്ക് അത്രത്തോളം തിരക്ക് അനുഭവപ്പെടണമില്ല. അപ്പൊ എത്ര ആളുകൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞാലും ആ ഒരു ബംഗാൾ കടൽ ഇപ്പുറത്ത് ആ കടലിൽ നിന്ന് ഇങ്ങനെ കാറ്റ് വന്നുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ വൈകുന്നേര സമയമൊക്കെ ഈ ഒരു കരിങ്കൽ ശില്പങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കാനും പ്രൗഢഗംഭീരമായിട്ടുള്ള ഉയർന്നു നിൽക്കുന്ന കെട്ടിടം ഇങ്ങനെ എത്ര കണ്ടാലും മതി വരില്ല. അതുപോലെയാണ് നമുക്ക് എല്ലാവർക്കും അവിടെ നിന്ന് പോരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. ശരിക്കും ഒരു ഷോർ ടെമ്പിൾ എന്ന് തന്നെ പറയാട്ടോ. കാരണം എന്താ വെച്ചാൽ പേര് പോലെ തന്നെ കടൽ തീരത്തേക്ക് മുഖം തിരിച്ച് നിൽക്കുന്ന ഒരു വിസ്മയം തന്നെയാണ് ഈ ഒരു അമ്പലം എന്ന് പറയുന്നത്. ഉദിച്ചുയരുന്ന സൂര്യന്റെ ആദ്യ കിരണങ്ങൾ ഏറ്റുവാങ്ങുന്ന വിധാനത്ര ഇത് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഇത് അവിടെ ഉള്ള ആൾക്കാർ അറിഞ്ഞൊരു കാര്യം കൂടിയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ പുതിയ കാലത്തെ ആർക്കിടെക്റ്റിനെ പോലും അമ്പരിപ്പിക്കുന്ന വിധത്തിലുള്ളതാണ്. എല്ലാവരുടെയും ഒരു പ്രിയപ്പെട്ട ഡെസ്റ്റിനേഷൻ ആയിട്ട് മഹാബലിപുരം മാറാനായിട്ട് കാരണമുണ്ട്. കാരണം അവിടെ വന്ന നമുക്ക് ഇവിടുന്ന് പോരാൻ തോന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതുപോലെ ഒരുപാട് കടകളുണ്ട്. കുട്ടികളെ ആകർഷിക്കാനായിട്ട് കുതിരസവാരി ഉണ്ട്,
പിന്നെ നല്ല ശാന്തമായിട്ടുള്ളൊരു ബീച്ചുണ്ട്. ഇവിടുത്തെ ഈ ഒരു പെട്ടിക്കടകളും നമുക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനായിട്ട് തോന്നും. പല 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 സാധനങ്ങൾ നമ്മുടെ ഒരു കുട്ടിക്കാലത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകും. അതുപോലെ ബീച്ചാണെങ്കിലും എന്താ പറയാ, വല്ലാതൊരു രൗദ്രഭാവമല്ല നമുക്ക് തോന്നുന്നത്, ഒരു ശാന്ത ഭാവമാണ് ബീച്ചിന് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ അത് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്തു. അങ്ങനെ ആദ്യത്തെ ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ നമ്മൾ ഈ വള്ളുവാർ കോട്ടം. അത് ചെന്നൈയിലെ നുങ്കാമ്പക്കത്താണ് അതുള്ളത്. പ്രശസ്ത തമിഴ് കവിയും തത്വചിന്തകനായിട്ടുള്ള തിരുവള്ളുവർക്ക് സമർപ്പിച്ചിരിക്കുന്ന ഒരു പ്രശസ്തമായ സ്മാരകമാണ് ഈ വള്ളുവാർ കോട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ വാസ്തുവിദ്യ തിരുവാവൂർ ക്ഷേത്രരഥത്തിന്റെ മാതൃകയിലാണത്രേ. അത് ശരിക്കും പറഞ്ഞാൽ അവിടെ ഗൈഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരത് നല്ല രീതിയിൽ പറഞ്ഞു തരും. നമുക്ക് ഇതിനെപ്പറ്റി അറിയാതെ ഇത് കാണുമ്പോൾ അത്രത്തോളം മനസ്സിലാവില്ല. പക്ഷെ ഇതിന്റെ ചരിത്രം അറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഓരോന്നും കാണുമ്പോഴാണ് നമുക്ക് അത്ഭുതമായിട്ട് തോന്നുക. തിരുക്കുറൽ കൊത്തുപണികളുണ്ട്. അതായത് തിരുക്കുറലിലെ 1330 കുറളുകളും, അതായത് കവിതകള് ഇവിടെയുള്ള ഗ്രാനൈറ്റ് തൂണുകളിൽ തമിഴ് ഭാഷയിൽ കൊത്തി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാല് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ അവിശ്വസനീയം തന്നെയല്ലേ. അതുപോലെ തൂണില്ലാതെ താങ്ങി നിൽക്കുന്ന ഒരു കെട്ടിടം എന്നുള്ളൊരു പ്രത്യേകത കൂടിയിട്ട് ഇതുണ്ട് കേട്ടോ. ഇതും ചെന്നൈയിലെ ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രവും സാംസ്കാരിക പരിപാടികൾ നടക്കുന്ന ഒരു വേദിയും കൂടിയിട്ടാണ്. തൂണുകളുടെ താങ്ങില്ലാതെ നിൽക്കുന്നു പറഞ്ഞാല് അതൊരു വാസ്തുവിദ്യയുടെ സവിശേഷത തന്നെയാണ്. നമ്മൾ എത്ര കെട്ടിടങ്ങൾ അങ്ങനെ കണ്ടിട്ടുണ്ട് തൂണില്ലാത്തത്. അപ്പൊ ഇതൊക്കെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെന്ന് കണ്ട് മനസ്സിലാക്കേണ്ട ഒരു ഇടം തന്നെയാണ് കേട്ടോ. പിന്നെ ഒരുപാട് പേരാണ് കേട്ടോ ചെന്നൈയിലെ ചൂടിനെ പറ്റിയിട്ട് ഞാൻ ഷോർട്സ് ഇട്ട സമയത്ത് കമന്റ് ആയിട്ട് കണ്ടു. ഇവിടുന്ന് പോകുമ്പോഴും എന്നോട് ഒരുപാട് പേര് ചോദിച്ചു. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെന്നൈയിൽ ഇത്ര കേരളത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ ചൂട് ഭയങ്കരമായിട്ട് കൂടുതലാണെന്ന് പറയാനൊന്നുമില്ല. കാരണം കേരളത്തിൽ എന്താ ഇപ്പൊ ചൂട് കുറവാണോ? ഒരു 10 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ഒരു വേനൽക്കാലം അല്ല കേരളത്തിൽ ഇന്നത്തെ വേനൽക്കാലം. അതിഭീകരമായിട്ടുള്ള വേനലിന്റെ എല്ലാ വിധത്തിലുള്ള സൈഡ് എഫക്ട്സും നമുക്കിപ്പോ ഉണ്ട്. സഹിക്കാൻ പറ്റാത്ത ചൂടാണ് കേരളത്തിൽ. അപ്പൊ ഇവിടെ സെറ്റായ നമ്മൾ ചെന്നൈയിൽ ചെല്ലുമ്പോൾ ഇത്രമാത്രം ചൂടൊന്നും നമുക്ക് തോന്നുന്നില്ല. മാത്രമല്ല ഉച്ച സമയത്തൊന്നും നമ്മൾ റൂമിൽ തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നത്. രാവിലെ വൈകുന്നേരം മാത്രമാണ് എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ബീച്ചൊക്കെ അടുത്തുള്ളതുകൊണ്ട് തന്നെ നല്ല കാറ്റ് എപ്പോഴും ഉണ്ടായിരുന്നു. പിന്നെ രാത്രി കാലങ്ങളിൽ ഈ ബീച്ച് ഉള്ളതുകൊണ്ട് തന്നെ കര വേഗം തണുക്കുന്നത് കൊണ്ട് നൈറ്റ് ലൈഫും നല്ല ചൂടൊട്ടും ഉണ്ടായിരുന്നില്ല. നമുക്കൊരു തണുപ്പായിട്ടാണ് രാത്രി കാലങ്ങളിൽ തോന്നിയിട്ടുണ്ടായിരുന്നത്. ചൂടില്ല എന്നല്ല ഞാൻ പറയണേ, പക്ഷെ ഇത്രമാത്രം നമുക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റാത്തൊരു ചൂട് തോന്നിയില്ല. പിന്നെ അവിടുന്ന് നമ്മൾ നേരെ പോയത് മറീന ബീച്ചിലേക്കാണ്. അപ്പൊ അന്ന് ചെപ്പേക്ക് സ്റ്റേഡിയത്തില് മാച്ച് ഉള്ളതുകൊണ്ട് തന്നെ വഴിയിലൊക്കെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ബീച്ചിൽ ചെന്ന ആദ്യം തന്നെ ഒരു ക്യൂട്ടായിട്ടുള്ള കുഞ്ഞു കുരങ്ങിനെ കണ്ടേ. ആ കുരങ്ങിനെ കളിപ്പിച്ച് ഒരുപാട് സമയം നമ്മൾ അവിടെ നിന്നു. ഈ മറീന ബീച്ച് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് പോയതല്ല. ചെന്നൈയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബീച്ചാണല്ലോ മറീന ബീച്ച്. അപ്പൊ അവിടെ പോവാണ്ട് എങ്ങനെയാന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോയെന്നേ ഉള്ളൂ. ഒരു ശാന്തമായിട്ടുള്ള ബീച്ചിൽ നിന്നൊന്നും നമുക്ക് ഒരിക്കലും ഇതിനെ പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. എപ്പോഴും തിരക്കും ബഹളവും ഒരു റഷ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ബീച്ച്. പക്ഷെ കുട്ടികൾക്ക് പോണം എന്നുള്ള വാശി, കാരണം അവർക്ക് അവിടെ കളിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പാർക്കും പ്ലേ ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫോട്ടോഗ്രാഫിക്ക് ക്രേസ് ഉള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നല്ല നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ല സ്പോട്സ് ഉണ്ടായിരുന്നു അവിടെ. ഒരു 3-3.5 മണിക്കൂർ നേരം ഇവർക്ക് വേണ്ടിയിട്ട് അവിടെ നിന്നു കേട്ടോ. ബീച്ചിൽ ഇറങ്ങി കളിച്ചിട്ടും അവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ടും ഒക്കെ അങ്ങനെയായിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് രാത്രി നേരെ ഒരു പോണ്ടി ബസാറിൽ, ഈ ഷോപ്പിംഗ് സ്ട്രീറ്റുകൾ ചെന്നൈയിൽ ഒരുപാടുണ്ടല്ലോ, അങ്ങനെ പോണ്ടി ബസാറിലേക്കാണ് പോയത്. ഒരുപാട് ഷോപ്പിംഗ് സ്ട്രീറ്റുകൾ ഉള്ളതുകൊണ്ട് തന്നെ ടി നഗർ ഷോപ്പിങ്ങും അതുപോലെ പോണ്ടി ബസാർ അങ്ങനെയൊക്കെ ആയിട്ട് ഈ 3 ദിവസവും പരമാവധി നൈറ്റ് ലൈഫ് ആസ്വദിക്കുക എന്ന് പറയുമല്ലോ, അതുപോലെയായിരുന്നു. രാത്രി ഒരു 11:30-12 മണി വരെ ഞങ്ങൾ ഇവിടെയൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുമായിരുന്നു കേട്ടോ. പിന്നെ സ്ട്രീറ്റ് ഫുഡൊക്കെ കാണാനൊക്കെ നല്ല ഭംഗിയാണെങ്കിലും അതൊരു ഉള്ളിലൊരു പേടിയുള്ളതുകൊണ്ട് തന്നെ അതൊന്നും ട്രൈ ചെയ്ത് നോക്കിയില്ല. അതുപോലെ എല്ലാ മരങ്ങളിലും ഇതുപോലെ പച്ചയും മഞ്ഞയൊക്കെ പെയിന്റ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സമന്വയ ഭയങ്കര കൗതുകത്തോടെ എന്നോട് എപ്പോഴും ചോദിക്കായിരുന്നു, ഇതെന്താ, എന്തിനു വേണ്ടിയിട്ടാ ഇങ്ങനെ, എന്തിനാ പെയിന്റ് അടിക്കണേ എന്നുള്ളത്. സത്യം പറഞ്ഞാൽ എനിക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഭംഗിക്ക് വേണ്ടിയാണെന്ന് ഞാൻ പറഞ്ഞു, അങ്ങനെയാണോ എന്ന് അറിയില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു നഗരരാത്രി എന്ന് പറയുന്നതിന് ഒരു പ്രത്യേകത തന്നെയാണ്. അതായത് നൈറ്റ് ലൈഫ് ആസ്വദിക്കുക എന്ന് പറയുന്നത് ഒരു വിനോദയാത്രയുടെ പ്രധാനപ്പെട്ട ഭാഗമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഓരോ നഗരവും വ്യത്യസ്തമായിട്ടുള്ള വിരുന്നുകളാണ് രാത്രി കാലങ്ങളിൽ ഒരുക്കുണ്ടാവുക. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു ആധുനികമായിട്ടുള്ള മോഡേൺ ആയിട്ടുള്ള ഒരു നൈറ്റ് ലൈഫാണ് ഈ മെട്രോ നഗരം തന്നെയാണ് ബാംഗ്ലൂർ, അവിടെ ഉണ്ടാവുക. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് ചെന്നൈയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പരമ്പരാഗത രീതികളും ആധുനികതയും എന്താ പറയുക ഇഴ ചേർത്ത് അവതരിപ്പിക്കുന്ന ഒരു നഗരം തന്നെയാണ് ചെന്നൈ. അപ്പൊ ഇവിടെയുള്ള നൈറ്റ് ലൈഫ് വളരെ ആസ്വാദ്യകരം തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ മൂന്നാമത്തെ ദിവസം നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ചെന്നൈയില് മൈലാപ്പൂരിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ശിവക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. കപാലീശ്വരർ ടെമ്പിൾ അല്ലെങ്കിൽ കപാലീശ്വര ക്ഷേത്രം എന്ന് പറയും. അപ്പൊ അതിന്റെ പുറം കാഴ്ചകളൊക്കെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് മൊബൈലിൽ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, അതാണ് ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടത്. പക്ഷെ ക്യാമറ
അലൗഡ് ആണോ എന്ന് നമ്മൾ ചോദിച്ചില്ല, പക്ഷെ നമ്മൾ ക്യാമറ ഉള്ളിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഷൂട്ടും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എപ്പോഴും ഈ മോഡേൺ ടെമ്പിളിനേക്കാളും പഴയ കരിങ്കല്ലുള്ള അമ്പലങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് കാണാനാണ് ഒരു പ്രത്യേക ഭംഗി. പിന്നെ അമ്പലത്തില് തൊഴുതതിന് ശേഷം പുറത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ അതിമനോഹരാണ് കേട്ടോ. ഈ പറഞ്ഞ പോലെ ആ അമ്പലത്തിന് ചുറ്റും ഒരുപാട് പൂക്കടകളും പിന്നെന്താ പറയാ, അവിടേക്ക് പ്രസാദമായിട്ടുള്ള ദർഭപ്പുല്ലിന്റെ ഒരു കെട്ടൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെയാണ് അവിടെ വഴിപാട് ചെയ്യാനൊക്കെ ആയിട്ട് ആൾക്കാർ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഒരുപാട് സമയം അതിന്റെ പുറത്തു കൂടെ തന്നെ നമ്മളിങ്ങനെ ഒരുപാട് സമയം കറങ്ങി നടന്നു. അത് കഴിഞ്ഞാൽ ഈ തമിഴ്നാട്ടിലെ വളരെ സാധാരണയായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഖാദിയുടെ ഹാൻഡിക്രാഫ്റ്റ് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഉണ്ടാകുന്ന ഷോപ്സ്. അങ്ങനത്തെ ഒരുപാട് കടകൾ അവിടെ ഉണ്ട്. ഇത് മലയാളീസ് നടത്തുന്ന ഒരു ഷോപ്പായിരുന്നു. ഇതിന്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് ഞാൻ വിട്ടുപോയിട്ടോ. പക്ഷെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലായിരുന്നു ഇവിടെ സാധനങ്ങൾ ഉണ്ടായിരുന്നത്. സാധാരണ ഇപ്പൊ കേരളത്തിൽ എന്നല്ല, ഏതൊരു സ്റ്റേറ്റിലായാലും അവിടുത്തെ അല്ലാതെ പുറത്തുനിന്നുള്ള ആൾക്കാരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വില കൂട്ടി പറയാനുള്ള ഒരു ടെൻഡൻസി നമ്മൾ സ്വതവേ കാണുന്നതാണല്ലോ. പക്ഷെ ഇവിടെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആണ്. ഇപ്പൊ എന്റെ കയ്യിൽ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്ന ഹാങ്ങിങ്സ് ഉണ്ട്, അതങ്ങനെ ഒരു പെയർ ആയിട്ട് ഒരു സെറ്റിന് 100 രൂപയൊക്കെ ഉള്ളൂ. അപ്പോൾ നല്ല കുറേ ആനയുടെ കളക്ഷൻസ് ഉണ്ട്. ഇപ്പൊ ആനപ്രേമികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും അവിടെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ആനകളുടെ കളക്ഷൻസ് ഉണ്ട്. അതുപോലെ വിഷു വരികയാണല്ലോ, അപ്പൊ ഈ കൃഷ്ണന്റെ വിഗ്രഹങ്ങൾ മീൻസ് ഈ പ്രതിമകള്, അതുപോലെ ശിവലിംഗങ്ങള്, ഇപ്പൊ കൃഷ്ണനെയൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കണ്ട് 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 ആ കൊത്തുപണിയില് കണ്ടൊരു ശീലിച്ച ഒരു പാറ്റേൺ അല്ലാതെ നല്ല ഭംഗിയുള്ള ഒരുപാട്, എനിക്ക് തോന്നുന്നു 1 മണിക്കൂർ നേരൊക്കെ ഞങ്ങൾ അവിടെ നിന്നുണ്ടാവും കേട്ടോ. കുറച്ചൊക്കെ വാങ്ങിച്ചു, പക്ഷെ വാങ്ങിക്കണേക്കാൾ ഉപരിയായിട്ട് ഇതൊക്കെ കാണാൻ തന്നെ നല്ലൊരു കൗതുകമായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു ചെന്നൈയിലെ 3 ദിവസത്തെ യാത്ര ഉണ്ടായിട്ടുണ്ടായിരുന്നത്. എന്തായാലും കുറേ നല്ല ഓർമ്മകൾ സമ്മാനിച്ച. പിന്നെ ഇത് എന്തുകൊണ്ടാണ് ഈ ചെന്നൈ സെലക്ട് ചെയ്തതെന്ന് വെച്ചാൽ, നമ്മൾ ചെന്നൈയിലേക്ക് വേണ്ടിയിട്ടൊന്നും പോയതല്ല. വെക്കേഷൻ സമയം ആയതുകൊണ്ട് ട്രെയിൻ ബുക്ക് ചെയ്യാൻ നോക്കുമ്പോൾ നമ്മൾ വിചാരിച്ച സ്ഥലങ്ങളിലേക്കൊന്നും ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ടിക്കറ്റ് അവൈലബിൾ ആയിട്ട് ചെന്നൈ കാണിച്ചപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തു. ഇപ്പോൾ തഞ്ചാവൂർ ആണെങ്കിലും രാമേശ്വരം, അങ്ങനെ ഈ തമിഴ്നാടിന്റെ പല പല ഭാഗങ്ങളിലും നമ്മൾ പോയിട്ടുണ്ടെങ്കിലും പ്രോപ്പർ ചെന്നൈയിലേക്ക് നമ്മൾ ആദ്യമായിട്ടാണ് പോണത്. ഒരുപാട് നല്ല ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പറ്റുന്നത് പോലെ എടുത്ത പിക്സ് ഒക്കെ ഞാൻ കൊടുക്കാം.